ഇനി ഇതിലേക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. ഇനി ഇതിലേക്ക് തേൻ ചേർക്കാം. ഒന്നൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. നമ്മുടെ സാലഡ് റെഡിയായി. നമസ്കാരം, ഞാൻ സോഫി കുര്യാക്കോസ്. എല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡൽഹിയിൽ തുടങ്ങി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ സാലഡിൻ്റെ ചേരുവകളും വിശേഷങ്ങളും അറിയാൻ നമുക്ക് നേരെ വെടിയിലേക്ക് പോകാം. ഒരു കഷ്ണം ക്യാപ്സിക്കം, ഇത് ഏത് കളറായാലും കുഴപ്പമില്ല. ഒരു ചെറിയ സവാള, ഒരു തക്കാളിപ്പഴം, ഒരു മാങ്ങ, ഇത് പച്ചമാങ്ങയാണ്. ഇത് മുഴുവൻ വേണ്ട, ഞാൻ ഇതിൻ്റെ 2 ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ. ഒരു ചെറിയ ക്യാരറ്റ്, ഒരു നാരങ്ങയുടെ പകുതിയുടെ നീര്, 1-2 ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില. ഇത് ഞാൻ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിലും ചേർക്കാം, അതല്ലാതെ വേറെ ഒന്നും ചേർക്കരുത്. 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ തേൻ, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. ഇത് അരിഞ്ഞെടുക്കുന്നത് ഇതുപോലെ നീളത്തിൽ തന്നെ അരിയണം. നീളത്തിൽ ഇതുപോലെ മുറിച്ചിട്ട് തീരെ കനം കുറച്ച് വേണം അരിയാൻ. ഇനി മാങ്ങായും അതുപോലെ തന്നെ. ഞാനിപ്പോൾ ഇത് 2 കഷ്ണം മാങ്ങായുടെ എടുക്കുന്നുള്ളൂ. മാങ്ങായും ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ തന്നെ അരിയണം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. തക്കാളിപ്പഴം, ക്യാരറ്റ്, മാങ്ങ, ഇഞ്ചി, എല്ലാം നീളത്തിൽ തന്നെ അരിയണേ. ഇഞ്ചി, പച്ചമുളക്, സവാള, ക്യാപ്സിക്കം, മല്ലിയില. ഇനി അതിലേക്ക് മുളക് പൊടി, കുരുമുളക് പൊടി, ഒലിവ് ഓയിൽ, ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം. നന്നായിട്ട് തിരുമണം. വെറുതെ ഇങ്ങനെ യോജിപ്പിച്ചാൽ പോരാ, സ്പൂണ് കൊണ്ടും പോരാ, കൈ കൊണ്ട് തന്നെ വേണം. ഇതുപോലെ എല്ലാം കൂടെ യോജിച്ച് വരണം. അപ്പം നമ്മളെല്ലാം ചെറുതായിട്ട് ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞു വെച്ചതല്ലേ ഉള്ളൂ, അതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരണമെങ്കിൽ ഇതുപോലെ ചെയ്യണം. ചിലപ്പം കഷ്ണങ്ങളൊക്കെ ഉടയുമായിരിക്കും, എന്നാലും ഇങ്ങനെ തിരുമ്മി വരണമെങ്കിലേ എല്ലാത്തിൻ്റെ ടേസ്റ്റും എല്ലാത്തിലും വരുള്ളൂ. അത് ഒരു 4-5 മിനിറ്റ് എങ്കിലും ഇങ്ങനെയൊന്ന് തിരുമ്മിയെടുക്കണം. അപ്പം അതിൻ്റെ അകത്തു നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്ന് പിന്നെ നമ്മൾ ഒഴിച്ച ഒരു ഓയിലും എല്ലാം ഉണ്ടല്ലോ. വേറെ വെള്ളം ഒന്നും ചേർക്കരുത് ഇതിൻ്റെ അകത്ത്. ഇനി ഇതിലേക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. വീണ്ടും ഒന്നോടെ ഇത് തിരുമ്മിയെടുക്കണം. ഇതിലേക്ക് തേൻ ചേർക്കാം. തേൻ ചേർത്ത് കഴിഞ്ഞ് ഒന്നൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. നമ്മുടെ സാലഡ് റെഡിയായി. നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ സാലഡ് നമുക്ക് മല്ലിയില വെച്ചൊന്ന് ഗാർണിഷ് ചെയ്യാം. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. മിക്കവാറും എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. തീർച്ചയായും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് ചോറിൻ്റെ കൂടെയും അതുപോലെ കുഴിമന്തി, ബിരിയാണി, ഫ്രൈഡ് ചിക്കൻ, ഗ്രിൽഡ് ചിക്കൻ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു സാലഡാണ്. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.